ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലാണ് കേരളത്തിൽ 2 ദിവസം മുമ്പേ തലസ്ഥാനത്തെത്തിയത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു മീറ്റിങ്ങിനാണ് അദ്ദേഹം എത്തിയത്. നമുക്കറിയാം ISROയുടെ PSLVയുടെ പരാജയം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അതിനപ്പുറം മറ്റ് വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ എന്തിനാണ് അജിത് ഡോവൽ എത്തിയത്? അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ സംബന്ധിച്ച അവസാന വാക്കാണ്. അങ്ങനെ ഉള്ള ഒരു ഇത്ര സുപ്രധാനമായ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ISROയുടെ ഒരു ലോഞ്ച് വെഹിക്കിൾ സംബന്ധിച്ച ഒരു പരാജയത്തിന് മാത്രമായിട്ട് തിരുവനന്തപുരത്ത് വരുമോ? സാമാന്യ ബുദ്ധിയിലൊന്ന് ചിന്തിക്കുക. പത്രങ്ങളൊക്കെ എഴുതുന്നു, അവിടെ മറ്റേ അട്ടിമറിയൊന്നും നടന്നിട്ടില്ല, അത് വെറും ഒരു സാധാരണ എഞ്ചിൻ ഫെയിലിയർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ISRO മുൻ ചെയർമാൻമാരൊക്കെ ഉണ്ട് ഇവിടെ. സോമനാഥുണ്ട്, പിന്നെ ശിവനുണ്ട്, അതിൽ കിരൺ കുമാറുണ്ട്, മാധവൻ നായരുണ്ട്, പലരും ഉണ്ട്. അവരുടെ ഒരു സംയുക്ത ടീം വന്നാൽ മതിയല്ലോ. സാങ്കേതിക കാര്യം അന്വേഷിക്കാൻ അജിത് ഡോവാൾ എന്തായാലും അദ്ദേഹം അതിൽ വിദഗ്ധനല്ല. സ്വാഭാവികമായിട്ടും അജിത് ഡോവാൾ വരുന്നത് പ്രഥമ ദൃഷ്ടിയ ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളികൾ ഉണ്ടായി എന്ന് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. സാധാരണഗതിയിൽ ആ പ്രഥമ ദൃഷ്ടിയ ഉള്ള അന്വേഷണം ഇപ്പൊ ഏതെങ്കിലും പിന്നെ ഒരു കേസ് അന്വേഷണം DGP ആദ്യത്തെ ദിവസം തന്നെ FIR ഇടാനായിട്ട് വരത്തില്ലല്ലോ. അപ്പോ അതിൽ നിന്നും വളരെ കൃത്യമായിരിക്കുന്ന ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രധാന എന്തോ ഒരു സംഭവം ISROയിൽ നടന്നു. ഇനി രണ്ടാം ISRO ചാരക്കേസാണോ ഇത്? ഞാനൊരു സംശയം ചോദിക്കുക. ഞാൻ പുറത്ത് നിൽക്കുന്ന എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു സംശയമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് വെറും ഒരു PSLV ലോഞ്ച് വെഹിക്കിൾ പരാജയമല്ല. അതാണ് ആദ്യമായിട്ട് നമ്മൾക്ക് സാമാന്യ ബുദ്ധി. ഇതിനൊന്നും അങ്ങ് റോക്കറ്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധി വേണമെന്നില്ല. പണ്ട് ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഇയാൾക്ക് എന്തോ അറിയാം, റോക്കറ്റ് ഉണ്ടാക്കാനും ഇയാൾക്ക് പിന്നെ പരിജ്ഞാനമുണ്ടോ, ഇയാൾ ശാസ്ത്രജ്ഞനാണോ? അപ്പൊ എനിക്ക് അത്തരം സംശയമുള്ളവരോട് ഒരു മറുപടി എനിക്കുണ്ട്. അത് ആദ്യമേ തന്നെ പറഞ്ഞിട്ട് ഞാനങ്ങ് തുടങ്ങാം. അതായത് പണ്ട് ബെർണാഡ് ഷാ, വലിയ എഴുത്തുകാരനായിരുന്നു ബെർണാഡ് ഷാ, നാടകകൃത്തും ഫിലോസഫറും ഒക്കെയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു മുട്ട രുചിച്ച് നോക്കിയിട്ട് ഈ മുട്ട നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ മുട്ട ചീത്തയാണെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ തനിക്ക് ഇതുപോലൊരു മുട്ട ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് മറുപടി ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ അതങ്ങ് വ്യക്തമാക്കുക. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് അജിത് ഡോവാൾ നേരിട്ടെത്തിയത്. ഇനി ഈ പിന്നെ അവിടെ അങ്ങനെയുള്ള യാതൊരു അട്ടിമറിയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് വെള്ളം ചേർക്കാതെ വിഴുങ്ങുക എന്നുള്ളതല്ല പത്രപ്രവർത്തകരുടെ ജോലി. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ പത്രപ്രവർത്തകര് പോലീസും ഇതുപോലുള്ള അന്വേഷണ ഏജൻസികളും പറയുന്നത് അപ്പടി അതുപോലെ കൊടുക്കും. അതിനപ്പുറത്തോട്ടൊരു ചോദ്യം അവർ ചോദിക്കുന്നില്ല. ഞാൻ ഇന്നലെ ചാനലുകളിലൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ISROയുടെ PSLVയുടെ പരാജയമല്ല അവിടെ നടന്നിരിക്കുന്നത്. PSLV എന്ന വർക്ക് ഹോഴ്സ് ലോഞ്ച് വെഹിക്കിൾ അത് പരാജയപ്പെടുന്നത്, അതിന്റെ പരാജയം തന്നെ ഒരു വലിയ ചോദ്യചിഹ്നവും അതിശയവുമാണ്. കാരണം ഏതാണ്ട് 10-50 ലോഞ്ചുകൾ ഒരുപോലെ നടന്നതിന് ശേഷമാണ് പിന്നെ ഇത് ആദ്യമായിട്ടൊന്ന് ഒരു ചെറിയ പ്രശ്നം വരുന്നത്. പിന്നീട് വീണ്ടും അത് ലോഞ്ച് ചെയ്തു. അങ്ങനെ 65 ലോഞ്ചുകൾ ഈ റോക്കറ്റിന്റെ നടത്തിയിട്ടുണ്ട്. അതിൽ 58 എണ്ണം പൂർണ്ണ വിജയവും, 1 ഭാഗിക വിജയവുമായി. അതോ 59 എണ്ണം പൂർണ്ണ വിജയം, 1 ഭാഗിക വിജയം, അങ്ങനെ എന്തോ. ബാക്കി 5 അങ്ങനെയാണ്. 5 പരാജയം. ഈ 5 പരാജയത്തില് 2 എണ്ണം വന്നിരിക്കുന്നത് മെയ് 2025 അതുപോലെ ജാനുവരി 2026. ഇംഗ്ലീഷിൽ പറയും ബാക്ക് ടു ബാക്ക് ഫെയിലിയേഴ്സ് എന്ന് പറയും. ഈ ബാക്ക് ടു ബാക്ക് ഫെയിലിയർ ആണ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ബാക്ക് ടു ബാക്ക് ഫെയിലിയർ നടന്നത് എന്തുകൊണ്ടാണ്? അവിടാണ് ഇതിന്റെ പ്രശ്നം. ഇനി അതൊന്നുമല്ല, അതിനൊക്കെ വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നു, അജിത് ഡോവാൾ വന്നത് റോക്കറ്റിന്റെ പരാജയം കൊണ്ടല്ല, ആ ഉപഗ്രഹം, അതാണ് അവിടുത്തെ വിഷയം. അതായത് ഇന്ത്യയുടെ ചാര ഉപഗ്രഹമാണ് നഷ്ടപ്പെട്ടത്. അതിന്റെ പിന്നെ അത് നമുക്ക് കുറച്ചുകൂടെ ഈ ശാസ്ത്ര ഭാഷയിൽ പറയുമ്പോൾ അത് സ്ട്രാറ്റജിക് സർവെയിലൻസ് സാറ്റലൈറ്റ് എന്നോ, കുറച്ചുകൂടെ ജനറൽ ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്നോ ഇങ്ങനെ പറയാം. ഇതിന്റെ പേര് EOS-N1 എന്നാണ്.
എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് N1. ഈ മേയിൽ നഷ്ടപ്പെട്ടതിന്റെ പേര് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 09. ഇത് രണ്ടുമല്ല, ഇതിനു മുമ്പ് നഷ്ടപ്പെട്ടു. അതായത് 2020 ശേഷം തുടർച്ചയായിട്ട് ഇതിന്റെ ഇത്തരം ഉപഗ്രഹങ്ങൾ പരാജയപ്പെടുകയാണ്. 2021 EOS 02 എന്ന വേറൊരു അതായത് തന്ത്രപ്രധാന നിരീക്ഷണ ഉപകരണമെന്നോ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ചാര ഉപഗ്രഹമെന്നോ പറയാവുന്ന EOS 02ന്റെ പരാജയം 21 തുടങ്ങി. അത് കഴിഞ്ഞ് 22 EOS 03 ആണ് ആദ്യം പരാജയപ്പെട്ടത്. 2022 EOS 02 പരാജയപ്പെട്ടു. ആദ്യത്തേത് ഒരു GSLV Mk2 ആണ് വിക്ഷേപിച്ചതെങ്കിൽ രണ്ടാമത്തേത് SSLV എന്ന് പറയുന്ന സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് വിക്ഷേപിച്ചത്. അപ്പൊ തുടർച്ചയായിട്ട് 2020 ശേഷം 4 ചാര ഉപഗ്രഹങ്ങൾ പരാജയപ്പെട്ടു. വലിയ പ്രതിസന്ധിയാണത്. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സമയത്ത് ഇന്ത്യക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ചൈനയ്ക്ക് ഒരു കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് ചൈനയ്ക്കുണ്ട്. അതായത് ഒരു ഉപഗ്രഹങ്ങളുടെ ഒരു വലിയ സമൂഹം തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ചൈന ആ വിവരം മുഴുവൻ പാകിസ്ഥാന് കൊടുക്കുക. പക്ഷേ ഇന്ത്യയുടെ ചില സാറ്റലൈറ്റിനെ മാത്രം ആശ്രയിക്കേണ്ടത്. ആ ദൗർലഭ്യം കുറയ്ക്കാനാണ് നമ്മൾ ബാലാക്കോട്ടിന് ശേഷം 2019 ശേഷം നിരന്തരമായിട്ട് ഇപ്പം 4 സാറ്റലൈറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതിലൊക്കെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉൾപ്പെടെ ഉള്ള, അതായത് വളരെ കൃത്യമായിട്ട് ഭൂമിയിലെ നടക്കുന്ന ഒരു 5 മീറ്ററിനുള്ളിലെ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന അതീവ നൂതനമായ സാറ്റലൈറ്റുകളാണ്. അങ്ങനെയുള്ള സാറ്റലൈറ്റുകൾ തുടർച്ചയായിട്ട് 4 എണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് അജിത് ദോവാലിലൂടെ വന്നത്. അപ്പോ അജിത് ദോവാൽ വന്നത് അട്ടിമറിയൊന്നും അല്ല, അത് വെറും സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ മേഖലയെക്കുറിച്ച് നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? അതാണ് ഇതിൻ്റെ അടുത്ത ഒരു അതീവ ഗൗരവമായ ഒരു ചോദ്യം. ഇന്ത്യക്ക് ഈ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള സർവൈലൻസ് അസറ്റുകളുടെ ദൗർലഭ്യമുണ്ട്. ആ ദൗർലഭ്യം ഇന്ത്യ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനാരാണ് തടയിടുന്നത്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അജിത് ദോവാൾ തിരുവനന്തപുരത്ത് വന്നിട്ട് കണ്ടത് ISRO ചെയർമാൻ നാരായണനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനല്ല മാധ്യമ വാർത്തകളിൽ. നാരായണനെ കാണാൻ ഇങ്ങോട്ടല്ല വരേണ്ടത്. അജിത് ദോവാൾ വന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലോട്ടാണ്. ലോഞ്ച് വെഹിക്കിളിന്റെ ഡയറക്ടർ, ISROയുടെ ഒരു ഡയറക്ടറെ കാണാനാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കാണേണ്ടത് ISRO ചെയർമാനെ അല്ലേ. അപ്പോൾ ISRO ചെയർമാന് അദ്ദേഹത്തിലുള്ള വിശ്വാസം കേന്ദ്ര സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ചോദ്യമാണ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നാരായണന് ഇത്തരം തുടർച്ചയായ 2 പരാജയങ്ങൾ ഉണ്ടായിട്ട് നാരായണൻ എന്തുകൊണ്ട് അതിന് മറുപടി പറയാൻ പറ്റിയില്ല? ഇനി അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. അതായത് മേയില് ഇത്തരം ഒരു ഉപഗ്രഹം വിക്ഷേപണം പരാജയപ്പെട്ടപ്പോൾ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുക അല്ലാതെ അവിടെ ഇതിലെ ഒരു കാര്യങ്ങളും പബ്ലിസൈസ് ചെയ്തിട്ടില്ല. എന്തിനു പബ്ലിസൈസ് ചെയ്യണമെന്ന് ചോദിക്കുന്ന മണ്ടന്മാരുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത് ജനത്തിനോട് അറിയണ്ട. കാരണം നിങ്ങളുടെ എൻ്റെയും നികുതി പണം കൊണ്ട് ഞാനും നിങ്ങളും ഒരു ഗ്ലാസ് ചായ ഒരു കടയിൽ പോയി കുടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ GST കൊടുക്കും. നമ്മളൊരു കടയിൽ നിന്നൊരു ഒരു കിലോ പഞ്ചസാര വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കും. അതെല്ലാം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സാധനമായിട്ട് അതൊക്കെ ചോദിച്ചെന്നിരിക്കും. പൊതുസമൂഹത്തിന്റെ പണം കൊണ്ട് ഉണ്ടാക്കുന്ന ഏതൊരു സാധനവും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനായ പൗരനുമുണ്ട്. ആ പൗരന്റെ അവകാശമാണ്. ഇത് ചോദിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞ് ആരും വിരട്ടരുത്. ഇതിനകത്തിൽ വളരെ അതീവ ഗൗരവമായൊരു പ്രശ്നമുണ്ട്. ഈ 2 തവണയും PSLV എന്ന് പറയുന്ന വർക്ക് ഫോഴ്സ് ലോഞ്ച് വെഹിക്കിളിന്റെ 3ാമത്തെ സ്റ്റേജാണ് പരാജയപ്പെട്ടത്. അതെന്താ അങ്ങനെ സംഭവിച്ചത്? അപ്പൊ ഒരേ വിഷയം തന്നെയാണല്ലോ ഈ രണ്ട് പ്രതിസന്ധികളും ഉണ്ടാക്കിയത്. ഇതെല്ലാം അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യങ്ങളാണ്. ഇതിലൊക്കെ അതീവ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം, നമ്മുടെ സമയപരിമിതി പോലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ
PSLV ഞാൻ ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ വർക്ക് ഫോഴ്സ് ലോഞ്ച് വെഹിക്കിളാണ്. ഈ PSLVയുടെ DL എന്ന് പറയുന്ന ഒരു വെർഷനാണ് ഈ പരാജയം രണ്ടും ഉണ്ടാക്കിയത്. അത് 2019 നിർമ്മിച്ചാണ്. 2 ബൂസ്റ്റർ ഉള്ള ഒരു ലോഞ്ച് വെഹിക്കിളാണ്. ഈ 2 ബൂസ്റ്റർ ഉള്ള ഈ ലോഞ്ച് വെഹിക്കിൾ 4 സ്റ്റേജസ് 4 സ്റ്റേജ് ഉള്ള ഒരു റോക്കറ്റാണ്. ആ റോക്കറ്റിന്റെ 3ാമത്തെ ഘട്ടമാണ് ഇത്. 5 ലോഞ്ച് മൊത്തം നടത്തിയിട്ടുണ്ട്. അത് 2 എണ്ണം പരാജയമാണ്. അതായത് ഇതിന്റെ ഒരു വിജയ ശതമാനം ഏതാണ്ട് ഒരു 60% മാത്രം. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഏതൊരു ലോഞ്ച് വെഹിക്കിളും നല്ലൊരു ഒരു പ്രവർത്തനക്ഷമമാണെന്ന് ആണെന്ന് നമ്മൾ വിലയിരുത്തണമെങ്കിൽ ഒരു 85% സക്സസ് റേറ്റ് ഏറ്റവും കുറഞ്ഞത്. 90% വേണം. 95% ഐഡിയൽ. ആ ഐഡിയൽ വിജയ ശതമാനം ഉണ്ടായിരുന്ന ഒരു ലോഞ്ച് വെഹിക്കിളാണ് ഈ PSLV. അത് ഇത്ര പെട്ടെന്ന് 2-3 വർഷങ്ങൾ കൊണ്ട് അത് ഇത്രയും തകർത്തെങ്കിൽ അത് നിർമ്മിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടുണ്ട്. ഇന്ത്യ നിർമ്മിച്ച് ഇന്ത്യ വിജയകരമായിട്ട് വിക്ഷേപണം നടത്തിയതാണ്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇത് അവരെ കണ്ടുപിടിക്കുകയും മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും ചെയ്യണം. ഇത് വെറും ഒരു ടെക്നിക്കൽ എറർ അല്ല ആണെന്ന് സാമാന്യ ബുദ്ധിയെ പൊതുവിടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. സാമാന്യ ബുദ്ധിയുള്ള വിശകലനം അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ആസ്ട്രോഫിസിക്സ് അറിയാവുന്ന ആർക്കും ഇത് മനസ്സിലാക്കാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്.